സൃഷ്ടാവിന് സമർപ്പണം, സൃഷ്ടികളോട് കാരുണ്യം. അശരണരുടെ ആശാകേന്ദ്രം എടപ്പാളിലെ കെയർ വില്ലേജ്. മുഖവുരയുടെ ആവശ്യമില്ലാത്ത വിധം സുപരിചിതം. കോവിഡ് മഹാമാരിക്ക് ശേഷം എടപ്പാളിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ഏതാനും സുമനസ്സുകളുടെ ഒത്തുചേരലുകളിൽ രൂപം കൊണ്ട ബൃഹത്തായ ഒരാശയം 2020 ഏപ്രിൽ മാസത്തിൽ അതിൻ്റെ പ്രഥമ പ്രവർത്തനം സമൂഹത്തിൽ സമർപ്പിക്കുകയുണ്ടായി. 40ഓളം വിധവകളും അനാഥരും നിരാലംബരുമായ മനുഷ്യജീവിതങ്ങളെ നെഞ്ചോട് ചേർത്ത് അവരുടെ നീറുന്ന പ്രശ്നങ്ങൾ കേൾക്കാനും ആശ്വാസം പകരാനും കഴിവിൻ്റെ പരമാവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സമാഹരിച്ചു നൽകാനും ഈ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞത് ഇതിൻ്റെ ലക്ഷ്യങ്ങളെ ഹൃദയത്തിലേറ്റിയ സുമനസ്സുകളുടെ നിസ്തുല സഹായങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ്. സ്നേഹസ്പർശം 2025 എന്ന വിശാല കാഴ്ചപ്പാട് ലക്ഷ്യം വെച്ച് അതിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകി. സമൂഹത്തിലെ വിവിധ തുറകളിലുള്ള പൗരപ്രമുഖരെയും വ്യാപാരികളെയും ഉൾപ്പെടുത്തി പ്രവർത്തന മേഖല വിപുലീകരിച്ചു. പ്രതിമാസം 100ലേറെ കുടുംബങ്ങൾക്ക് ധനസഹായവും ഭക്ഷ്യക്കിറ്റും ആരോഗ്യ സംരക്ഷണ ഉപകരണങ്ങളും നൽകാനും വിശേഷാവസരങ്ങളിൽ പുതുവസ്ത്രം, ഭക്ഷണക്കിറ്റ്, പഠനോപകരണങ്ങൾ എന്നിവ നൽകാനും ശൗചാലയ നിർമ്മാണം, വീട് നിർമ്മാണ സഹായം തുടങ്ങി അടിയന്തര കാര്യങ്ങൾക്കും ശ്രദ്ധ പതിപ്പിച്ചു തുടങ്ങി. ആ പ്രയാണം ഇപ്പോൾ എത്തി നിൽക്കുന്നത് 15,000 സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലുള്ള ഫിസിയോതെറാപ്പി കേന്ദ്രം ഉൾപ്പെടുന്ന കെയർ വില്ലേജ് എന്ന കെട്ടിട സമുച്ചയത്തിലാണ്. തുടർന്ന് ഭാവിയിൽ ഒരുക്കാൻ ഉദ്ദേശിക്കുന്ന സ്പീച്ച് തെറാപ്പി, ഒക്കുപേഷൻ തെറാപ്പി, സൈക്യാട്രിസ്റ്റ് ക്ലിനിക്, കൗൺസിലിംഗ് സെന്റർ, ഇൻപേഷ്യസ് ഫിസിയോതെറാപ്പി എന്നിവയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചു വരുന്നത്. കഴിഞ്ഞ 1 വർഷത്തിനിടയ്ക്ക് ഔട്ട് പേഷ്യൻ ഫിസിയോതെറാപ്പിയിൽ ചികിത്സ നേടിയവർ 70ലേറെയാണ്. പരിപൂർണമായി അസുഖം ഭേദമായി തിരിച്ചുപോയവർ 10ലേറെയാണ്. ഇനിയും ഒരുപാട് അപേക്ഷകർ ഈ സേവനത്തിനായി കാത്തുനിൽക്കുന്നു. കുടുംബത്തിന്റെ അത്താണിയായിരുന്ന 55 വയസ്സിന് താഴെയുള്ള ആളുകളാണ് കൂടുതലും സ്ട്രോക്ക്, അപകടങ്ങൾ, മറ്റു രോഗങ്ങൾ ബാധിച്ച് തളർന്നു കിടക്കുന്നത്. കരുണവറ്റാത്ത മനുഷ്യസ്നേഹികളുടെ നിർലോഭ സഹായങ്ങൾ കെയറിന്റെ പ്രവർത്തനങ്ങൾക്ക് കരുത്തേകി. തുടർന്നുള്ള പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിന് നിങ്ങൾ ഓരോരുത്തർക്കും കഴിയുന്ന സഹായങ്ങൾ നൽകി ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് തണലും തുണയുമാകണമെന്ന് ആവശ്യപ്പെടുന്നു. കെയർ വില്ലേജിന്റെ വളരെ അടിയന്തരമായി പൂർത്തീകരിക്കേണ്ട പദ്ധതിയാണ് റെസിഡൻഷ്യൽ ഫിസിയോതെറാപ്പി തുടങ്ങാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുക എന്നത്. 4 ചുവരുകൾക്കുള്ളിൽ പരസഹായം കൂടാതെ ഒന്ന് തിരിഞ്ഞുകിടക്കാൻ പോലും കഴിയാതെ കട്ടിലുകളിൽ നിശ്ചലമായ ശരീരവും വിങ്ങുന്ന മനസ്സുമായി ഒരു ഗ്ലാസ് വെള്ളം സ്വയം കൈകൊണ്ടെടുത്തു കുടിക്കാനോ, വീടിനുമ്മറത്ത് ഒന്ന് വന്നിരുന്ന് ചുറ്റുപാടുകൾ കാണാനോ, രക്തത്തിൽ പിറന്ന മക്കളെ ചേർത്ത് പിടിക്കാനോ, നൊന്തുപറ്റ മാതാവിനെ പരിചരിക്കാനോ കഴിയാതെ ജീവിതം വഴിമുട്ടി കഴിയുന്ന കുടുംബനാഥന്മാർ. ഇത്തരം ആളുകൾക്കും അവരെ പരിചരിക്കുന്നവർക്കും താമസിച്ച് ചികിത്സ നൽകുന്നതിനാവശ്യമായ 2ാം നിലയിലെ റൂമുകളുടെയും വാർഡുകളുടെയും നിർമ്മാണം, ഇലക്ട്രിക് പ്ലംബിംഗ് ജോലികൾ, ബെഡ്, കട്ടിൽ, അലമാര, വാഷ്റൂം എന്നിവ സജ്ജീകരിക്കുന്നതിന് ഏകദേശം 26 ലക്ഷം രൂപയുടെയും റൂഫ് ടോപ്പിൽ ഒരുക്കേണ്ട കിച്ചൺ, പ്രയർ ഹാൾ, ഡൈനിങ് ഹാൾ, അലക്കാനും ഉണക്കാനുമുള്ള സൗകര്യം എന്നിവയ്ക്ക് 22 ലക്ഷം രൂപയും വീൽചെയർ സൗകര്യമുള്ള ബാത്റൂം സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് 18 ലക്ഷം രൂപയും ഉൾപ്പെടെ 65 ലക്ഷം രൂപയാണ് ഏകദേശം പ്രതീക്ഷിക്കുന്ന ചിലവ്. ഇതുവരെ കെയറിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളെയും സസന്തോഷം ഇരുകൈയും നീട്ടി പിന്തുണച്ച എല്ലാ സുമനസ്സുകളോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയും കടപ്പാടും അറിയിക്കുന്നതോടൊപ്പം കാരുണ്യവാനായ ലോകരക്ഷിതാവ് അവർക്കും കുടുംബത്തിനും സർവൈശ്വര്യങ്ങളും കണക്കില്ലാതെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കെയറിന്റെ പദ്ധതി പൂർണ്ണതയിലെത്തിക്കാനും ഈ സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും കരുണവറ്റാത്ത മുഴുവൻ മനുഷ്യസ്നേഹികളുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങളും പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു.